തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിലെ 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 7-ാം അധ്യായം. രാജകൊട്ടാരം. സോളമൻ 13 വർഷം കൊണ്ട് കൊട്ടാരം പണിത് പൂർത്തിയാക്കി. അവൻ ലെബനോൻ കാനാൻ മന്ദിരവും നിർമ്മിച്ചു. അതിന് നീളം 100 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. അതിന് ദേവദാരു കൊണ്ടുള്ള 3 നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു. ഓരോ നിരയിലും 15 തൂണ് വീതം. 45 തൂണിന്മേലും തുലാൻ വെച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. 3 നിര ജാലകങ്ങൾ ഇരു ഭിത്തികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു. വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി. ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ 3 നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത്. 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള സ്തംഭശാലകൾ അവൻ പണിയിച്ചു. അതിൻ്റെ മുൻവശത്ത് തൂണുകളിൽ വിതാനത്തോടു കൂടി പൂമുഖവും തീർത്തു. ന്യായസന മണ്ഡപവും അവൻ നിർമ്മിച്ചു. തറ മുതൽ മുകളറ്റം വരെ ദേവദാരു കൊണ്ടാണ് അത് നിർമ്മിച്ചത്. മണ്ഡപത്തിന്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോട് കൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു. ഇതേ രീതിയിൽ ഒരു ഭവനം തൻ്റെ ഭാര്യയായ ഫറവോയുടെ പുത്രിക്ക് വേണ്ടിയും പണിതു. ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെയെല്ലാം അസ്ഥിവാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണം മുതൽ മുഖ്യ അങ്കണം വരെയും പണി കഴിപ്പിച്ചത്. അടിസ്ഥാനമിട്ടത് 8ഉം 10ഉം മുഴമുള്ള വിലയേറിയ വലിയ കല്ലുകൾ കൊണ്ടാണ്. അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു. മുഖ്യ അങ്കണത്തിനു ചുറ്റുമെന്ന പോലെ കർത്താവിന്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും 3 വരി ചെത്തിയ കല്ലും 1 വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു. ദേവാലയത്തിന്റെ ഇതര സജ്ജീകരണങ്ങൾ. സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചു വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു. ടയർക്കാരനായ പിച്ചളപ്പണിക്കാരനായിരുന്നു അവന്റെ പിതാവ്. ഹീരാം ഏതുതര പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു. അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു. അവൻ 2 ഓട്ടുസ്തംഭങ്ങൾ ഉണ്ടാക്കി. ഓരോന്നിനും 18 മുഴം ഉയരവും 12 മുഴം വണ്ണവുമായിരുന്നു. അകം പൊള്ളയായി 4 വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത്. സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് 2 മകുടങ്ങൾ വാർത്തു. ഓരോന്നിന്റെയും ഉയരം 5 മുഴം. 2 സ്തംഭങ്ങളുടെയും മുകളിലെ മൺകുടങ്ങൾ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു. സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം 2 വരി മാതളപ്പഴം കൊത്തിവെച്ചു. പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മുകുടങ്ങൾ 4 മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിന്റെ ആകൃതിയിൽ ആയിരുന്നു. സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് കൂടി ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു. അവയ്ക്ക് ചുറ്റും 2 നിരയായി 200 മാതളപ്പഴം വീതം കൊത്തിയിരുന്നു.
ദേവാലയത്തിന്റെ ഭൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത്. വലതുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടതുവശത്തെ ബോവാസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ ഉപരിഭാഗത്ത് ലില്ലി പുഷ്പങ്ങൾ കൊത്തിയിരുന്നു. ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം. വക്കിനു താഴെ ചുറ്റും 30 മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു. കായ്കൾ 2 നിരകളായി ജലസംഭരണികളോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരിക്കുന്നത്. അവയിൽ 3 വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു. ജലസംഭരണിക്ക് കൈപ്പത്തിയുടെ ഘനം ഉണ്ടായിരുന്നു. അതിന്റെ വക്ക് കോപ്പയുടേതെന്ന പോലെ ലില്ലിപുഷ്പം പോലെ ആയിരുന്നു. 2000 ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു. ഹീരാം ഓടുകൊണ്ട് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള 10 പീഠങ്ങൾ ഉണ്ടാക്കി. പീഠങ്ങൾ പണിതത് ഇങ്ങനെയാണ്. പീഠത്തിന്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു. പലകകളിൽ സിംഹം, കാള, കെരൂബ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി. ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം, കാള, പുഷ്പം എന്നിവ കൊത്തിവെച്ചു. ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള 4 ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു. 4 കോണുകളിലും ക്ഷാളന പാത്രത്തിനുള്ള തൊങ്ങലുകളും ഉണ്ടായിരുന്നു. അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു. 1 മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിന്റെ വായ് ഉറപ്പിച്ചിരുന്നത്. പീഠം പോലെ വൃത്താകൃതിയിൽ 1.5 മുഴം ഉയരമുള്ളതായിരുന്നു അത്. അതിലും കൊത്തുപണികൾ ഉണ്ടായിരുന്നു. അവയുടെ പലകകൾ വൃത്താകൃതിയിലല്ല, ചതുരത്തിലായിരുന്നു. 4 ചക്രങ്ങളും പലകകൾക്കിടയിലായിരുന്നു. അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. രഥത്തിന്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും. അച്ചുതണ്ടുകളും പട്ടകളും അരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കുവാനായിരുന്നു. ഓരോ പീഠത്തിന്റെയും 4 കോണിലും തൊങ്ങലുകൾ ഉണ്ടായിരുന്നു. അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. പീഠത്തിന്റെ മേൽഭാഗത്ത് 1/2 മുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു. അതിന്റെ താങ്ങുകളും തട്ടുകളും മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു. താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോട് കൂടി കൊത്തിവെച്ചു. ഇങ്ങനെ ഓരോ അളവിലും രൂപത്തിലും ഹീരാം 10 പീഠങ്ങൾ പണിതു. അവൻ ഓടുകൊണ്ട് 10 ക്ഷാളനപാത്രങ്ങൾ നിർമ്മിച്ചു. ഓരോ പീഠത്തിലും ഓരോ ക്ഷാളനപാത്രം ഉറപ്പിച്ചു. 40 ബത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും 4 മുഴം ഉയരവുമുള്ളതായിരുന്നു ഓരോന്നും. പീഠങ്ങളിൽ 5 ദേവാലയത്തിന്റെ തെക്കുവശത്തും 5 വടക്കുവശത്തുമായാണ് സ്ഥാപിച്ചത്. ജലസംഭരണി ദേവാലയത്തിന്റെ തെക്കുകിഴക്കേ മൂലയിലായിരുന്നു. ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളും ഉണ്ടാക്കി. ഇങ്ങനെ അവൻ സോളമൻ രാജാവിനു വേണ്ടി കർത്താവിന്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ, അവ മൂടുന്ന 2 വലപ്പണികൾ. ആ വലപ്പണികളിൽ 2 നിരയായി 400 മാതളപ്പഴങ്ങൾ. 10 പീഠങ്ങൾ, അവയിൽ 10 ക്ഷാളനപാത്രങ്ങൾ, ഒരു ജലസംഭരണി, അതിന്റെ അടിയിൽ 12 കാള എന്നിവ ഹീരാം നിർമ്മിച്ചു. കർത്താവിന്റെ ഭവനത്തിലെ കലങ്ങൾ, ചട്ടുകങ്ങൾ, കോപ്പകൾ എന്നിവ അവൻ
ഓടിൽ വാർത്തു. ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സരഥാനും മധ്യേ കളിമൺ നിലത്തും വെച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത്. പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല, ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു. സുവർണ ബലിപീഠം, തിരുസാന്നിധ്യ അപ്പത്തിനുള്ള സുവർണ മേശ, ശ്രീകോവിലിന്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് 5 വിളക്കുകാലുകൾ വീതം, സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, കൊടിലുകൾ, തങ്കം കൊണ്ടുള്ള കോപ്പകൾ, തിരിക്കത്രികകൾ, ചാളനപാത്രങ്ങൾ, ധൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ, തീക്കോരികൾ, അതിവിശുദ്ധമായ ശ്രീകോവിലിന്റെയും വിശുദ്ധ ആലയത്തിന്റെയും വാതിലുകളുടെ സുവർണ പാദുകങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു. ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു. പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ, സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം. വാഗ്ദാന പേടകം ദേവാലയത്തിൽ. കർത്താവിന്റെ വാഗ്ദാന പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്നും കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്ര നേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. 7-ാം മാസമായ എത്താനീമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്നു ചേർന്നു. പുരോഹിതന്മാർ പേടകം വഹിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് കർത്താവിന്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും പേടകത്തിന് മുൻപിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലി കഴിച്ചുകൊണ്ടിരുന്നു. പുരോഹിതർ കർത്താവിന്റെ വാഗ്ദാന പേടകം വിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂബുകളുടെ ചിറകുകളുടെ കീഴിൽ സ്ഥാപിച്ചു. കെരൂബുകൾ പേടകത്തിനു മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മറച്ചിരുന്നു. തണ്ടുകൾ നീണ്ടു നിന്നതിനാൽ അവയുടെ അഗ്രങ്ങൾ ശ്രീകോവിലിന്റെ മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്ന് കാണാമായിരുന്നു, എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. അവ ഇപ്പോഴും അവിടെയുണ്ട്. മോശ ഹൊറേബിൽ വെച്ചു നിക്ഷേപിച്ച 2 ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോയ ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തു നിന്നും പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ സോളമൻ പറഞ്ഞു, കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു, എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. അവിടുത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിക്കുന്നു. രാജാവ് തിരിഞ്ഞു കൂടെ നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം തന്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുന്ന് ദാവീദിനോട് അരുൾ ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലയം പണിയാൻ ഇസ്രായേലിൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാനൊരു നഗരം തിരഞ്ഞെടുത്തില്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എന്റെ പിതാവായ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു. എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലതു തന്നെ, എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല.
നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും. ഇതാ, കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എൻ്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഞാനൊരു ആലയം നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വെച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. സോളമന്റെ പ്രാർത്ഥന. സോളമൻ കർത്താവിന്റെ ബലിപീഠത്തിനു മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരായിട്ടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അധരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻ്റെ മുൻപിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എൻ്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും. ഇസ്രായേലിന്റെ ദൈവമേ, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങ് അരുൾ ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദ്യ സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയുടെ ദാസൻ ഇന്നു തിരുമുൻപിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിച്ചിരിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിനു മുന്നിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാനു തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസന്മാരുടെ മേൽ ന്യായം നടത്തണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങേക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. ജനത്തിന്റെ പാപനിമിത്തം ആകാശം അടഞ്ഞു മഴ ഇല്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത, കതിർവാട്ടം, പൂപ്പൽ, വെട്ടുകിളി, കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യാധിയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്കു ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം
അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ ആഗ്രഹിക്കുന്ന പ്രതിഫലം നൽകണമേ. അങ്ങ് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നത്. അങ്ങയുടെ ജനമായ ഇസ്രായേലിൽപ്പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയമായ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെയും പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിനു നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചും കൊടുക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാൻ മനുഷ്യൻ ഇല്ലല്ലോ. അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിന് ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളുടെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി അനുതപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കും നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ. അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവും ആണല്ലോ അവർ. അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അരുൾ ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിൽ നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശിയായി തിരഞ്ഞെടുത്തിരിക്കുവാണല്ലോ. കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു. അവൻ കൈകൾ ആകാശത്തിലേക്കുയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു. തന്റെ വാഗ്ദാനമനുസരിച്ച് സ്വജനമായ ഇസ്രായേലിനു ശാന്തി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. തന്റെ ദാസനായ മോശ വഴി വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ നമ്മോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനകളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപകൽ അവിടുത്തെ മുൻപിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസനെയും തന്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവ്വ ജനതകളും അറിയട്ടെ. ആകയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ദൈവമായ കർത്താവിൽ ആയിരിക്കട്ടെ. ദേവാലയ പ്രതിഷ്ഠ.
രാജാവും ജനവും കർത്താവിന്റെ മുൻപിൽ ബലിയർപ്പിച്ചു. സോളമൻ 20,000 കാളകളെയും 1,20,000 ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി. അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിനു മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശദീകരിച്ചു. അവിടെയാണ് അവൻ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത്. കർത്താവിന്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പമുണ്ടായിരുന്നില്ല. സോളമൻ ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്റ്റ് തോട് വരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ 7 ദിവസം ഉത്സവം ആഘോഷിച്ചു. 8-ാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു. അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവിന് തന്റെ ദാസനായ ദാവീദിനും തന്റെ യജമാനനായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളെയും ഓർത്ത് ആഹ്ലാദഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി. ആമേൻ.